നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. GCC രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ജീവിത ചെലവുള്ള രണ്ടാമത്തെ രാജ്യമായി ബഹ്റൈൻ തിരഞ്ഞെടുക്കപ്പെട്ടതായി ഡേറ്റാ പ്ലാറ്റ്ഫോമായ നംബിയോയുടെ 2025 ജീവിത ചെലവ് സൂചിക വ്യക്തമാക്കുന്നു. ദുബായുമായി താരതമ്യം ചെയ്യുമ്പോൾ ബഹ്റൈനിൽ ജീവിത ചെലവ് 25.3% കുറവും വാടക 65% കുറവുമാണ് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പട്ടികയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഒമാനാണ്. ഏറ്റവും കുറഞ്ഞ ജീവിത ചെലവും വാടകയുമാണ് പട്ടികയിൽ ഒമാനെ GCC രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത്. പട്ടികയിൽ മൂന്നാമതാണ് കുവൈറ്റ്, നാലാമത് ഖത്തർ, അഞ്ചാമത് സൗദി. GCC രാജ്യങ്ങളിൽ ഏറ്റവും ജീവിത ചെലവേറിയത് UAE-ലാണ്. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിലെ താമസക്കാർക്കും പൗരന്മാർക്കും വിസരഹിത പ്രവേശനം അനുവദിച്ച് അർമേനിയ. 90 ദിവസം വരെ ഹ്രസ്വകാല താമസങ്ങൾക്കാണ് വിസരഹിത പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം GCC രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ പാസ്പോർട്ട് ഉടമകൾക്കും വിസയുടെ ആവശ്യമില്ലാതെ ടൂറിസം, വിനോദം അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായും അർമേനിയയിലേക്ക് യാത്ര ചെയ്യാം. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സുഖകരമായി അർമേനിയയിൽ എത്തുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് വിസ ഇളവ് നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്പെയിൻ ഗ്രാൻഡ് പ്രിക്സ് ഗുസ്തി മത്സരത്തിൽ 4 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ ബഹ്റൈൻ സ്വന്തമാക്കി. ലോക ഒളിമ്പിക് ചാമ്പ്യനായ അഹ്മദ് തസുനിദോവ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ സീനിയർ പുരുഷ ഗുസ്തി താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തസുനിദോവ് 97 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചാണ് വീണ്ടും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പരിക്കിനെ തുടർന്ന് 1 വർഷക്കാലമായി ചികിത്സയിലായിരുന്ന തസുനിദോവിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവും കൂടിയായിരുന്നു ഈ ഗുസ്തി മത്സരം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്ന കബീർ മുഹമ്മദിന്റെ 2ാം അനുസ്മരണ യോഗം ജൂലൈ 11 വൈകുന്നേരം 5 മണിക്ക് ഹമദ് ടൗണിലെ KMCC ഹാളിൽ നടക്കും. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും യോഗത്തിൽ പങ്കെടുക്കും. ബഹ്റൈനിലെ സാമൂഹിക മണ്ഡലത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കബീർ മുഹമ്മദിന്റെ അനുസ്മരണ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ TP, ജനറൽ സെക്രട്ടറി ഹരിശങ്കർ PN, ട്രഷറർ ശരത് കണ്ണൂർ എന്നിവർ അറിയിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് സമഗ്രമായ നേതൃപരിശീലനം ലക്ഷ്യമാക്കി ICF ബഹ്റൈൻ യൂണിറ്റ് റീജിയൻ ഭാരവാഹികൾക്കായി റെസിസ്റ്റൻസിയ എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് ശ്രദ്ധേയമായി. ഹമദ് ടൗൺ ഫാത്തിമ ഷക്കർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്യാമ്പ് അമീർ ഉസ്മാൻ സഖാഫി തളിപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനം, സംഘാടനം, ആദർശം എന്നീ സെഷനുകൾ യഥാക്രമം സുബൈർ സഖാഫി കോട്ടയം, അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, അബൂബക്കർ ലത്തീഫി എന്നിവർ അവതരിപ്പിച്ചു. വിവിധ സെഷനുകളിലായി നടത്തിയ വിജ്ഞാന പരീക്ഷയിൽ മുഹമ്മദ് പുന്നക്കൽ, നസീഫ് അൽ ഹസനി, സുൽഫിക്കർ അലി എന്നിവർ വിജയികളായി. വിജയികൾക്കുള്ള സമ്മാനദാനം സയ്യിദ് അസ്ഹർ അൽ ബുഹാരി നിർവഹിച്ചു. ഷമീർ പന്നൂർ, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, റഫീഖ് ലത്തീഫി വരവൂർ, അബ്ദുൽ സലാം മുസ്ലിയാർ കോട്ടക്കൽ എന്നിവർ സംസാരിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ കമ്പവലി മത്സരത്തിൽ മനാമ റീജിയൻ ടീം ചാമ്പ്യന്മാരായി. ICF നാഷണൽ സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പുക്കേൽ സ്വാഗതവും ഷിഹാബുദ്ദീൻ സിദ്ദുക്കി നന്ദിയും രേഖപ്പെടുത്തി.
ബഹ്റിനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റിൻ 15 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജിജേഷിനും ഭാര്യ ആൻസിക്കും യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡസ്, ജനറൽ സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ ചേർന്ന് ഫെഡിന്റെ സ്നേഹോപഹാരം കൈമാറി. കോർ കമ്മിറ്റി ചെയർമാൻ റോയ് സെബാസ്റ്റ്യൻ, ലേഡീസ് വിംഗ് സെക്രട്ടറി ജിഷ്ണ രഞ്ജിത്ത്, മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുനിൽ രാജ്, രഞ്ജിത്ത് രാജു എന്നിവർ യാത്രയയപ്പിൽ പങ്കെടുത്തു. ബഹ്റിനിലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ക്രിക്കറ്റ് കളിക്കാരെ അണിനിരത്തി വിവിധ ടീമുകളാക്കി തിരിച്ച് സംഘടിപ്പിച്ച ബഹ്റിൻ മലപ്പുറം ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഹണ്ടേഴ്സ് മലപ്പുറം ജേതാക്കളായി. റണ്ണേഴ്സ് മലപ്പുറം റണ്ണറപ്പ് കിരീടം കരസ്ഥമാക്കി. ഗ്രൂപ്പ് തലത്തിലുള്ള മത്സരങ്ങളിൽ റഹ്മാൻ ചോലക്കൽ, കബീർ എരമംഗലം, ജിഷ്ണു എന്നിവർ മാൻ ഓഫ് ദി മാച്ച് ട്രോഫികൾ കരസ്ഥമാക്കി. മാൻ ഓഫ് ദി സീരീസ് റഹ്മാൻ ചോലക്കൽ, മാൻ ഓഫ് ദി ഫൈനൽ ജിഷ്ണു, ബെസ്റ്റ് ബാറ്റ്സ്മാൻ റഹ്മാൻ ചോലക്കൽ, ബെസ്റ്റ് ബൌളർ സൂരജ്, മോസ്റ്റ് സിക്സ് റഹ്മാൻ ചോലക്കൽ, ഫെയർ പ്ലേ അവാർഡ് ടീം ഫൈറ്റേഴ്സ് മലപ്പുറം എന്നിവരും നേട്ടങ്ങൾക്ക് അർഹരായി. ടൂർണമെന്റിന് വേണ്ടി എല്ലാ പിന്തുണയും തന്ന് സഹകരിച്ച മെഗാ സ്പോൺസറായ MMSC ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, മറ്റ് സ്പോൺസർമാരോടും ഗ്രൗണ്ട് തന്ന് സഹായിച്ച റാപ്റ്റർ CC ടീമിനോടും BMJF ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തുകയും വരും സീസണുകളിൽ വേണ്ട പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം രക്ഷാധികാരി ബഷീർ അമ്പലായി, പ്രസിഡന്റ് സലാം മമ്പാട്ടുമുല, ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല, ഓർഗനൈസിംഗ് സെക്രട്ടറി മൻഷീർ കൊണ്ടോട്ടി, സ്പോർട്സ് കൺവീനർ റഹ്മത്ത് അലി, മറ്റു ഭാരവാഹികളായ സക്കറിയ പൊന്നാനി, P മുജീബ് റഹ്മാൻ, റസാഖ് പൊന്നാനി തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. അൻസാർ എരമംഗലം, അസഹറുദ്ദീൻ അക്കു, ബാസിത് നിലമ്പൂർ, സജീഷ്, ഷിഹാബ് പൊന്നാനി തുടങ്ങിയവർ ടൂർണമെന്റ് നിയന്ത്രിച്ചു. മറ്റു വാർത്തകളിലേക്ക്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ ഈ മാസം 16 നടത്തുമെന്ന് റിപ്പോർട്ട്. ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം. യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത്. യമൻ പൗരനെ കൊന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുവൽ ജെറോം അറിയിച്ചു. പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ജയിലിൽ ഉത്തരവെത്തിയത്. BMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള. പഞ്ചരാഷ്ട്ര സന്ദർശനങ്ങളുടെ ഭാഗമായി ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം. ബ്രസീലിയൻ പ്രതിരോധ മന്ത്രി ജോസ് മുസിയോ മൊണ്ടേറോ ഫിൽഹോ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇന്ത്യൻ സമൂഹവും ബ്രസീലിയൻ കലാകാരന്മാരും ചേർന്ന് ബ്രസീലിയൻ സാംബെ റെഗെ താളങ്ങൾക്കൊപ്പം താണ്ഡവ സ്തോത്രവും കൂടിച്ചേർന്ന സാംസ്കാരിക പ്രദർശനം അദ്ദേഹത്തിനായി ഒരുക്കി. തനിക്ക് ലഭിച്ച ഊർജ്ജസ്വലമായ സ്വീകരണത്തിൽ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ നന്ദി രേഖപ്പെടുത്തി. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി റിയോ ഡി ജനറോയിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ എത്തിയത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് 2 പേജ് വരുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയത്. അതിനിടെ വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഗതാഗത സമിതി നാളെ യോഗം ചേരും. നാളെ സഞ്ജയ് ഝാ MP-യുടെ അധ്യക്ഷതയിൽ പാർലമെന്റ് ഗതാഗത കമ്മിറ്റി യോഗം ചേരും. വ്യോമയാന സെക്രട്ടറി, DGCA, വ്യോമസേനാ പ്രതിനിധി എന്നിവരെ കൂടാതെ എയർ ഇന്ത്യ CEO, ബോയിംഗ് കമ്പനി പ്രതിനിധികളെയും യോഗത്തിൽ സമിതി വിളിപ്പിച്ചിട്ടുണ്ട്. വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുയരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക യോഗം. അഹമ്മദാബാദ് അപകടത്തിന്റെ കാരണം, അന്വേഷണം, നഷ്ടപരിഹാരം എന്നിവയിൽ യോഗം വിശദീകരണം തേടും. ഹിന്ദു പിന്തുടർച്ചാവകാശത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ഹിന്ദു കുടുംബങ്ങളിലെ പൂർവ്വ വികസ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യാവകാശം ഉറപ്പിച്ച സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ഈശ്വരനാണ് സുപ്രധാന ഉത്തരവിറക്കിയത്. 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യാവകാശമാണ് ഉള്ളത്. 1975 കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.